ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ വീക്കിലി അനാലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ മുഖം കാണിച്ചതെന്ന് അറിയാം. അപ്പോൾ നിങ്ങൾക്കറിയാം എന്തോ കാര്യം പറയാനുണ്ടെന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ മുഖവരയായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഓക്കെ, അത് പറഞ്ഞതിന് ശേഷം സംസാരിച്ചതിന് ശേഷം നമുക്ക് ചാർട്ടിലോട്ട് വരാം. ഇന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ വീക്കിൽ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നുള്ള കാര്യം നമ്മൾ അനലൈസ് ചെയ്യും. പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുക. അല്ലാത്തവർക്ക് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് ലെവലുകൾ മാത്രം, ലെവൽ നോക്കേണ്ട കാര്യമില്ല, ലെവലെല്ലാം ഓൾറെഡി നിങ്ങൾക്ക് എല്ലാ ദിവസവും കിട്ടുന്നതാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ കാണേണ്ട ആവശ്യമേ ഇല്ല. പഠിക്കാൻ താല്പര്യം ഇല്ലാത്തവർ, പഠിക്കാൻ താല്പര്യമുള്ളവർ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളിത് കേട്ട് തുടങ്ങുമ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നന്നായിരിക്കും. കാരണം ഞാൻ എപ്പോഴും നിങ്ങളോട് ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാറില്ല. എങ്കിലും പറഞ്ഞെങ്കിലേ നിങ്ങൾ ചെയ്യൂ എന്നൊരവസ്ഥയാണ് ഇപ്പോൾ വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് നിങ്ങൾ കാണുമ്പം ഇപ്പോൾ എൻ്റെ ഈ വർത്തമാനം കേൾക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. ഈ സംഭവം കേട്ടതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ നമുക്ക് മാർക്കറ്റിലോട്ട് വരാം. അപ്പം മാർക്കറ്റിൽ ഞാൻ ക്യാപ്ഷനിൽ എഴുതിയ പോലെ അറിയാം, ആന്ത്രാപിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ AI ആയിട്ട് ബന്ധപ്പെട്ട ഉള്ളൊരു പ്രശ്നമാണ് ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിനെ ഭീകരമായിട്ട് ബാധിച്ചേക്കുന്നത്. അപ്പം ഈ ഞാൻ എപ്പോഴും പേര് പറയുമ്പോൾ എനിക്ക് തെറ്റ് വരും. പിന്നെ ഈ ആന്ത്രാപിക് എന്ന് പറയുന്ന കമ്പനി നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ വിഴുങ്ങുമോ ഇല്ല എന്നുള്ളത് വളരെ കൂലങ്കഷമായിട്ട് മാർക്കറ്റിൽ മുഴുവൻ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനെപ്പറ്റിയുള്ള എൻ്റെ അഭിപ്രായം ഞാൻ ഈ പറഞ്ഞതിന് ശേഷം ചാർട്ടിലോട്ട് വരുമ്പോൾ ഒരു അവസാനമായിട്ട് ഞാൻ പറയുന്നതായിരിക്കും. അപ്പം ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IT പറ്റി ഞാൻ ഇതിന് അവസാനം പറയാം. ഓക്കെ, ആദ്യം പറയാനുള്ള കാര്യം വെച്ചാൽ ഗോൾഡ്മാൻ സാക്സ് ഏറ്റവും വലിയ റേറ്റിംഗ് കമ്പനിയാണ്, ആഗോള ഭീമനായിട്ടുള്ള റേറ്റിംഗ് കമ്പനി. ഗോൾഡ്മാൻ സാക്സ് നമ്മളുടെ GDP ഗ്രോത്ത് വീണ്ടും അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. 6.7 ആയിരുന്നു, അത് 6.9 ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അത് ചില്ലറ കാര്യമല്ല, ഒരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സംഭവമാണ്. അങ്ങനെ ഗോൾഡ്മാൻ സാക്സ് നമ്മുടെ GDPയെ അപ്ഗ്രേഡ് ചെയ്തത്. ഓക്കെ, ഒന്നാമത്തെ കാര്യം അത്. പിന്നെ രണ്ടാമത്തെ കാര്യം, പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അമേരിക്കയും റഷ്യയും തമ്മിൽ വീണ്ടും കൈകോർത്തു. എന്തിനു വേണ്ടിയാണ്? ഡോളറൈസേഷന് വേണ്ടി. ഇത്രയും നാൾ അവർ കച്ചവടം ചെയ്തിരുന്നത് റൂബിളിലായിരുന്നു. കാരണം സാങ്ഷനും മറ്റ് പ്രശ്നങ്ങളും യുദ്ധവും കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിൽ. അപ്പോൾ അതുകൊണ്ട് റഷ്യയെ അമേരിക്ക ഇവിടുന്ന് പുറത്താക്കി. ഈ ഡോളർ വിനിമയങ്ങളിൽ നിന്നും, ഡോളർ ഉപയോഗിച്ച് കച്ചവടം ചെയ്യുന്നിടത്ത് നിന്നും അമേരിക്ക റഷ്യയെ വിലക്കിയായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ സ്വിഫ്റ്റ് സിസ്റ്റം, നിങ്ങൾക്കറിയാമല്ലോ, സ്വിഫ്റ്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? സ്വിഫ്റ്റ് സിസ്റ്റത്തിൽ നിന്ന് തന്നെ റഷ്യയെ അവർ ഒഴിവാക്കി. അപ്പോൾ തിരിച്ച് വീണ്ടും പുടിൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഡോളറിലേക്ക് തിരിച്ചു വരാം എന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാങ്ഷനകത്തിലൊക്കെ അയവ് വരുത്താനുള്ള സാധ്യത ഉണ്ട്. അതൊരു പോസിറ്റീവ് സൈനായിട്ട് വേണം, ഗ്ലോബലി ഒരു പോസിറ്റീവ് സൈനായിട്ട് വേണം കാണാൻ. അങ്ങനെ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഗോൾഡും സിൽവറും നല്ല രീതിയിൽ ഇടിഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ ഗോൾഡിൻ്റെ സിൽവറിൻ്റെയും അപ്രാതിഥ്യം ഇനി നിലനിൽക്കുമോ ഇല്ലെന്നുള്ളത് ഞാൻ ഈ വീഡിയോ തന്നെ ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പം അതാണ് രണ്ടാമത്തെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം. മൂന്നാമത്തെ കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ ആഴ്ച മുഴുവൻ മാർക്കറ്റിൽ എന്തുമാത്രം വീഡിയോ ഇറങ്ങിയ ടെക്സ്റ്റൈൽ സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിട്ട് പണി തന്നു ട്രംപ്, അങ്ങനെയാണ് ബംഗ്ലാദേശിന് 0 നമുക്ക് 18 അടിച്ചു, അങ്ങനെയാണ് ഇങ്ങനെയാണ് മാടയ കോടയെന്ന് പറഞ്ഞ് എന്തുമാത്രം യൂട്യൂബ് വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം ഇല്ലേ? അപ്പോഴും കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, ഇത് നമ്മളുടെ ടെക്സ്റ്റൈൽ സ്റ്റോക്കിനെ ബാധിക്കത്തില്ല. നമ്മുടെ തലപ്പത്തിരിക്കുന്നവർ ഒന്നും കാണാത്തവരല്ല, അവർ പൊട്ടന്മാരുമല്ല. ഞാൻ നേരത്തെ ഓൾറെഡി എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, സ്ഥിരം കാണുന്നവർക്കറിയാം. നമ്മളുടെ ഈ കൊമേഴ്സ് മിനിസ്റ്റർ പീയൂഷ് ഗോയൽ CAയിൽ ഇന്ത്യയിലെ തന്നെ സെക്കൻഡ് റാങ്ക് ഹോൾഡർ. അപ്പം വിവരമില്ലാത്തവനല്ല മുകളിലിരിക്കുന്നത്, മനസ്സിലല്ലേ? അവർക്കറിയാം ഇതിൻ്റെ വരുംവരാഴികൾ എന്തൊക്കെയാണെന്നുള്ളത്. ശരിക്കും പഠിച്ചിട്ട് മാത്രമാണ് അവർ ഈ ഡീലും കാര്യങ്ങളും കരാറുകളൊക്കെ ഒപ്പിട്ടതും ഡീൽ ഉറപ്പിച്ചതൊക്കെ. അല്ലാതെ ഒന്നും കാണാതെ ഇന്ത്യയെ വെറ്റി തുലയ്ക്കുന്നു എന്നൊക്കെ പറയുന്ന ഈ റീച്ചിന് വേണ്ടി യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കുന്ന അവരോട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്,
ഒരു ന്യൂസ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ കൃത്യമായി അതിനെ പഠിച്ചിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഒരു ട്രേഡിന് ഇറങ്ങി തിരിക്കാൻ പാടുള്ളൂ. അല്ലാതെ ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടോണ്ട് അതിൻ്റെ പുറകെ പോവുക അല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഇതൊക്കെ ഇത്രയും നാൾ നിങ്ങൾ തുടർന്ന് വന്നിരുന്ന ഓരോ വിരോധാഭാസമായിരുന്നു ഇല്ലേ. എന്തെങ്കിലും എവിടെയെങ്കിലും ന്യൂസ് കേട്ടാൽ ഉടനെ അതിൻ്റെ പുറകെ പോകുന്നു. ഇപ്പോൾ ഈ ന്യൂസ് കിട്ടേണ്ടവർക്കൊക്കെ നേരത്തെ കിട്ടിക്കാണും. അവർ ആ പൊസിഷനെ എടുത്ത് അതിന് ഇറങ്ങുന്ന സമയത്തായിരിക്കും നിങ്ങൾ ചാടിക്കയറുന്നത്. പിന്നെ അത് നിങ്ങളുടെ തലയിലാവും. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങളൊരു ന്യൂസ് കേൾക്കുമ്പോൾ ആ ന്യൂസിൻ്റെ ജെനുവിനിറ്റി എന്തുമാത്രം ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. ഓക്കെ, അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിർത്തുകയാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇപ്പം പോസിറ്റീവ് ന്യൂസായിട്ട് നമുക്ക് നിലവിലുള്ളത്. ഇനിയിപ്പോൾ ഇതിൻ്റെ കാര്യം പറയാം. അത് ഞാൻ പറഞ്ഞില്ലല്ലോ, കംപ്ലീറ്റ് ചെയ്തില്ലല്ലോ. ടെക്സ്റ്റൈൽ സ്റ്റോക്കിൻ്റെ കാര്യം. ടെക്സ്റ്റൈൽ സ്റ്റോക്കിന് ഇന്ത്യക്കും കിട്ടി 0 താരിഫ്. നിങ്ങൾ അറിഞ്ഞായിരുന്നോ? ഇല്ല. നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. ട്രംപ് എന്ന് പറയുന്ന വ്യക്തി അങ്ങേര് ഒരു പക്ക ബിസിനസ്മാനാണ്. ഓക്കെ, കമന്ന് വീണാൽ പഴമക്കാർ പറഞ്ഞില്ല, കമന്ന് വീണാൽ കാപ്പണം കൊണ്ട് പൊങ്ങുന്ന ആളാണ്, ബിസിനസ്മാൻ. നിങ്ങൾക്ക് അങ്ങേര് വിവരക്കേടാണ്, ഊളനാണ്, അങ്ങനെ നിങ്ങൾ പല ഓപന പേരിട്ട് അങ്ങനെ വിളിക്കായിരിക്കും. പക്ഷേ അങ്ങേര് പക്ക ഒരു ബിസിനസ്മാനാണ്. ഓക്കെ, ലാഭമില്ലാത്ത പരിപാടിക്ക് പുള്ളി ഇറങ്ങിത്തിരിക്കത്തില്ല. അപ്പോൾ ഇതിനകത്തിൽ ബംഗ്ലാദേശിന് കൊടുത്ത അതേ സംഭവം തന്നെ, അതേ എക്സംഷൻ തന്നെ ഇന്ത്യക്കും കിട്ടും. എങ്ങനെയാണ്? അവരുടെ നാട്ടിൽ നിന്ന് നമ്മൾ കോട്ടണും ഫൈബറും ഇറക്കുമതി ചെയ്യണം. ആ ഇറക്കുമതി ചെയ്യുന്ന കോട്ടണും ഫൈബറും കൊണ്ട് നമ്മൾ വസ്ത്രങ്ങൾ ഉണ്ടാക്കി ആ സാധനം തന്നെ തിരിച്ച് അങ്ങോട്ട് കയറ്റി അയക്കുമ്പം അതിന് 0 താരിഫായിരിക്കും. അത് ബംഗ്ലാദേശിന് കൊടുത്ത അതേ സംഭവം തന്നെ നമുക്കും കിട്ടി. ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ആഴ്ച ഒരു ന്യൂസ് വന്നപ്പം ഈ കിറ്റെക്സും പറഞ്ഞ സ്റ്റോക്കുകളെല്ലാം താഴെ പോയി, വീണ്ടും ഇന്നലെ തിരിച്ചു കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ്. അപ്പോൾ നമ്മളൊരു സംഭവം കേൾക്കുമ്പം അതിൻ്റെ റിയാലിറ്റി ആദ്യം മനസ്സിലാക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ജെനുവിനിറ്റി മനസ്സിലാക്കിയിട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പ്രതികരിക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇനി IT സ്റ്റോക്കിൻ്റെ കാര്യം പറയാം. IT സ്റ്റോക്കിൽ ഈ പറയുന്ന ആന്ത്രോപിക് എന്ന് പറഞ്ഞ കമ്പനി ഒരു AI ടൂൾ ഉണ്ടാക്കി. ഓക്കെ, അത് ഒത്തിരി മാൻ പവറിനെ റെഡ്യൂസ് ചെയ്ത്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി വീണ്ടും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഓക്കെ, ഇതുപോലെ ധാരാളം സംഭവങ്ങൾ. ഇതിപ്പോൾ നമ്മുടെ IT ഭീമന്മാരാണ് TCSും ഇൻഫോസിസും. അവർ രണ്ടുപേരും എടുക്കുക, അവരാണല്ലോ ലീഡിംഗ് ആയിട്ട് നിൽക്കുന്നത്. ഇവർ രണ്ടുപേരും ഇതുപോലെ തന്നെ, ഇവർ ഇന്നലെ തുടങ്ങിയ കമ്പനി അല്ല, ആണോ? അല്ല. വർഷങ്ങളായിട്ട് ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഉള്ള കാലം മുതലേ ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികളാണ് ഇൻഫോസിസും TCSും ഇല്ലേ. ഇതുപോലെ ഓരോ കാലം കഴിയും തോറും, അല്ലെങ്കിൽ ഓരോ കാലഘട്ടം കഴിയും തോറും ഇതുപോലെ ഓരോ പ്രശ്നങ്ങളെ അതിജീവിച്ചാണ് അവർ ഇവിടം വരെ എത്തിയെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, നാടോടുമ്പം നടുവേ ഓടുക എന്ന് പറഞ്ഞ് പണ്ട് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പം അതിനെ അതിജീവിക്കാൻ തക്ക സംഭവ വികാസങ്ങൾ അവരവരുടെ കമ്പനിയിൽ മാറ്റങ്ങൾ വരുത്തും. അങ്ങനെ അതിനെ അതിജീവിക്കും ഇല്ലേ. കോവിഡ് വന്നപ്പോൾ എല്ലാം പൊട്ടി തകർന്ന് ഇനി ഉയർച്ചയില്ലെന്ന് പറഞ്ഞില്ലേ. അതിനുശേഷം പിന്നെയും പല പല പ്രശ്നങ്ങളും ഉണ്ടായില്ലേ. എന്നിട്ടൊക്കെ സംഭവിച്ചോ? എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. അപ്പം ഇവിടെ ഈ കമ്പനി ഇങ്ങനെ ഒരു AI ടൂൾ ഉണ്ടാക്കി, അതുകൊണ്ട് മാൻ പവർ റെഡ്യൂസ് ചെയ്യും, മാൻ പവർ കുറച്ച് മതി, അങ്ങനെ ഒരു ടൂൾ ഉണ്ടാക്കി. നിങ്ങളൊരു കാര്യം ചിന്തിക്കണം. ലോകത്തിൽ, ഓക്കെ, ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് ലാഗ് തോന്നും, പക്ഷേ നിങ്ങൾ ശാന്തമായിട്ട് കേൾക്കുക. ലോകത്തിൽ, ഞാനിത് പറഞ്ഞിട്ടുള്ളതാണ്, വീണ്ടും പറയുന്നു കേൾക്കാത്തവർക്ക് വേണ്ടി, ലോകത്തിൽ ഒരിക്കലും മാനുഷിക ബുദ്ധിയെ വെല്ലാൻ തക്ക ശക്തി വേറൊരു ബുദ്ധിക്കും ഇല്ല. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക. ഞാൻ ഇത് പറയുമ്പം നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, മാനുഷിക ബുദ്ധിയെ വെല്ലാൻ തക്ക വേറൊരു ബുദ്ധിയും, ഏത് നിർമ്മിത ബുദ്ധിയായാലും മാനുഷിക ബുദ്ധിയെ വെല്ലാൻ വേറൊരു ബുദ്ധിക്കും പറ്റത്തില്ല. അത് ചിലപ്പോൾ ടെമ്പററി ആയിട്ട് ഒരു എന്താ പറയുന്നത്, ഒരു ഡൗൺ സ്ട്രീം ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ഒന്ന് താഴെ പോയേക്കാം. പക്ഷെങ്കിൽ കാലക്രമേണ, അല്ലെങ്കിൽ കാലം മുന്നോട്ട് കുതിക്കുമ്പം മാനുഷിക ബുദ്ധി തന്നെ ആയിരിക്കും ഇതിൻ്റെയൊക്കെ മുകളിൽ. കാരണം മനുഷ്യനാണ് ഇത് ഉണ്ടാക്കുന്നത് ഇല്ലേ. ഈ നിർമ്മിത ബുദ്ധിയും AIയും ഈ ടൂളും പ്ലഗിനും ഒക്കെ ഉണ്ടാക്കുന്ന ആരാണ്? മനുഷ്യൻ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇല്ലേ. അപ്പോൾ ഇതിനെ കടത്തിവെട്ടാൻ തക്ക രീതിയിലുള്ള കാര്യങ്ങൾ വീണ്ടും മനുഷ്യന് ഉണ്ടാക്കാൻ പറ്റും, അല്ലെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും, അല്ലെ അതിനെ അതിജീവിക്കാൻ പറ്റിയ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. മനസ്സിലായില്ലേ? നമ്മൾ ഈ എന്തിരം എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടില്ലേ? അദ്ദേഹം രജനീകാന്ത് ഒരു സാധനം ഉണ്ടാക്കി, റോബോട്ടിനെ ഉണ്ടാക്കി, അവസാനം അവന് തന്നെ വിനയായിപ്പോയി ഇല്ലേ. അവസാനം അതിനെ നശിപ്പിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ തന്നെ ഓരോരോ സാധനങ്ങൾ നമ്മുടെ കഴിവിനേക്കാളും ഉയരത്തിലുള്ള പല പല സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ പിന്നെ അവസാനം അത് നിയന്ത്രിക്കാൻ പറ്റാതെ വളരെ വിനാശകരമായി തീരുന്ന ഒരവസ്ഥയിലേക്കും ഇത് വന്നെത്താൻ സാധ്യത ഇല്ലായികയില്ല. നിങ്ങൾ ആദ്യം റിയാലിറ്റി മനസ്സിലാക്കുക.
ഇപ്പം ഞാൻ മാനുഷിക ബുദ്ധിയും നിർമ്മിത ബുദ്ധിയും വ്യത്യാസം പറയാം. നിങ്ങളിപ്പോൾ ഞാൻ പറയുമ്പം ഒരു പക്ഷെങ്കിൽ ഇതിന് എതിരെ അഭിപ്രായങ്ങളുണ്ടാകാം, എതിരഭിപ്രായങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ വിമർശനങ്ങളുണ്ടാകാം. ബട്ട് ഐ ഡോണ്ട് കെയർ. ഞാൻ അതൊന്നും ഒരു വിഷയം ആക്കുന്നില്ല. എനിക്ക് പറയാനുള്ള കാര്യം, ഞാനിത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായവും എൻ്റെ വ്യക്തിപരമായി ഞാൻ മനസ്സിലാക്കിയ കാര്യവും ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്തിൽ ഈ പറയുന്ന നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ ഈ AI ടൂൾ ഉണ്ടാക്കിയെന്ന് പറയുന്നു. ഈ AI ടൂളിനകത്തിൽ എന്തെങ്കിലും ചെറിയ ഒരു മാൽവെയറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവവികാസങ്ങളുണ്ട്, എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതാണ്. സെയിം നിങ്ങൾ എന്തിനാണ് സിനിമ ആലോചിച്ചാൽ മതി, നിങ്ങൾ ആലോചിച്ചാൽ മതി, ഇതിനെ കമ്പയർ ചെയ്താൽ മതി. അതേസമയം മാനുഷിക ബുദ്ധി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയ കറക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കറക്ഷൻ അവിടെ വെച്ച് തന്നെ നമുക്ക് കറക്റ്റ് ചെയ്ത് അതിനെ കറക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, ഇല്ലേ? പക്ഷെങ്കിൽ ഇങ്ങനെയുള്ള ഞാൻ ഇപ്പോൾ നമ്മൾ വെറും ഒരു അശുവാണ്, പക്ഷെ ഞാൻ എൻ്റെ ചിന്തയാണ് ഈ പറയുന്നത്, ഞാൻ എൻ്റെ ചിന്തകൾ മാത്രമാണ് ഈ പറയുന്നത്. ഇത് സംഭവിക്കാതിരിക്കാം, പക്ഷെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഇങ്ങനൊരു സംഭവം. ഓക്കെ, ഇനി AI ടൂൾ വെച്ച് ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഉണ്ടാക്കുമ്പോൾ ഒരു ഔട്ട്പുട്ട് കിട്ടുമ്പോൾ ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത്, ഇല്ലേ? നമ്മളിപ്പോൾ ഒരു സാധനം ഒരു കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളൊരു സ്ക്രിപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ക്രിപ്റ്റ് കൊടുത്തു അത് അപ്ലൈ ചെയ്ത് അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ടാണ് വെളി വരുന്നത്. ഇതിനിടയ്ക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ശരിയല്ലേ? എന്ന് പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയുള്ള ടൂളുകളും കാര്യങ്ങളും ഒക്കെ അപ്ലൈ ചെയ്ത് നമ്മൾ സംഭവം ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ അത് എത്രമാത്രം ആക്യുറസി ഉണ്ട്, അല്ലെങ്കിൽ എന്തുമാത്രം കറക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും മാൽവെയർ ഉണ്ട്, എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയോ എന്നുള്ളത് ഔട്ട്പുട്ട് വന്നു കഴിയുമ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ. അപ്പോൾ അതിനകത്തിൽ എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്കോ എററോ പറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് വളരെ ഭയാനകമായിരിക്കും. അപ്പം വീണ്ടും മനുഷ്യൻ ചിലപ്പോൾ ഈ മനുഷ്യൻ്റെ ബുദ്ധിയിലേക്ക് തിരിച്ചു പോകേണ്ടി വരും. അപ്പോഴും അവിടെ കറക്റ്റ് ചെയ്യേണ്ടത് ആരാണ്? മനുഷ്യനാണ്, ശരിയല്ലേ? ഈ യന്ത്രം ഉണ്ടാക്കിയ ആ ഡോക്ടർ പിന്നെ അതിനെ നശിപ്പിക്കാനും അതിന് മറുമരുന്ന് കണ്ടുപിടിക്കാനും ആര് വേണ്ടി വന്നു? അത് ഉണ്ടാക്കിയവൻ തന്നെ വേണ്ടി വന്നു. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഉണ്ടാക്കിയവൻ തന്നെ, ഉറപ്പിച്ചവൻ തന്നെ ഉദയക്രിയയും ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് ഒരു പക്ഷെങ്കിൽ നാളെ കാലം കടന്നു വന്നേക്കാം. ഞാൻ ജസ്റ്റ് നിങ്ങളുടെ ഒരു അവയർനെസ്സിന് വേണ്ടി ഇപ്പോൾ ഈ നമ്മുടെ ഈ ഗ്ലോബലി മുഴുവൻ, യൂട്യൂബ് മുഴുവൻ, സോഷ്യൽ മീഡിയ മുഴുവൻ ഇതിനെപ്പറ്റി കറങ്ങി നടക്കുകയും പല വാർത്തകൾ വരികയും വരുന്നത് കൊണ്ട് മാത്രമാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എനിക്ക് എൻ്റെ ചിന്ത ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. നിങ്ങൾ തീരുമാനിക്കുക, ഞാൻ ഈ പറഞ്ഞ കാര്യം സത്യമാണോ മിഥ്യയാണെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ, കാലം ഒന്നും മായ്ക്കാതിരുന്നിട്ടില്ല. വീണ്ടും ഇതിനേക്കാൾ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരും. അപ്പോൾ വീണ്ടും ഈ സ്റ്റോക്കുകളൊക്കെ മുകളിലോട്ട് കയറും. നമ്മൾ വളരെ വിശദമായിട്ട് ഈ പറയുന്ന IT സ്റ്റോക്കുകളെയും പിന്നെ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളെ നമ്മൾ വിശദമായിട്ട് അനലൈസ് ചെയ്യാൻ പോവുകയാണ്. ഒരു പക്ഷെങ്കിൽ ഈ വീഡിയോ കുറച്ച് നീണ്ടുപോകും. സമാധാനത്തോടെ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം കേൾക്കാനും കാണാനും ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി ചാർട്ടിലോട്ട് വരാം. ഓക്കെ, അങ്ങനെ ആന്ത്രോപ്പിക് എന്ന ഭൂതം ഭീകരമായ ഒരു ഗ്യാപ് ഡൗണോടുകൂടെ നമ്മുടെ മാർക്കറ്റിനെ ബാധിച്ചതിന് ശേഷം എന്താ സംഭവിച്ചത്? ഒരു വൺ സൈഡ് ഡൗൺ ട്രെൻഡ് ആയിരുന്നു മാർക്കറ്റിൽ നമ്മൾ കണ്ടത്, അല്ലേ? മാർക്കറ്റ് നല്ലൊരു ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം പതുക്കെ മാർക്കറ്റ് അവസാനത്തെ ഒരു 2 മണിക്കൂർ മാർക്കറ്റ് നല്ല രീതിയിൽ ഡ്രാസ്റ്റിക്കായിട്ട് ഫോൾ ചെയ്തു. ഏകദേശം നമുക്ക് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 350 പോയിൻറ്റിനടുത്ത് മാർക്കറ്റ് വീണു. ഓക്കെ, അപ്പം ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ IT ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. ബാക്കിയുള്ളവരെല്ലാം വലിയ കുഴപ്പമില്ല നിന്നു. അവസാന നിമിഷമാണ് ഒരു ഒന്നിച്ചുള്ളൊരു സെൽ ഓഫ് മാർക്കറ്റിൽ ഉണ്ടായത്. അപ്പം നമുക്ക് ആദ്യം നമുക്ക് നിഫ്റ്റിയുടെ ഡേ ചാർട്ടിലോട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഡേ ചാർട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നത് നോക്കിയതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, നമുക്ക് ഡേ ക്യാൻഡിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തോട്ടെ. ഡേ ക്യാൻഡിലോട്ട് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഇത് ചെയ്തതാണ്, ഇല്ലേ? നിങ്ങൾ നോക്കിക്കേ, ഇവിടെ മാർക്കറ്റ് നിൽക്കുന്നത് കറക്റ്റാണ്. ഞാൻ ഓൾറെഡി കഴിഞ്ഞ ആഴ്ച ചെയ്തപ്പോൾ പറഞ്ഞു, കഴിഞ്ഞ 2 ദിവസം മുന്നേ ചെയ്ത വീഡിയോക്കകത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, 3 ക്യാൻഡിലുകളെ വെല്ലുന്ന രീതിയിലുള്ള ഒരു നെഗറ്റീവ് ബെയറിഷ് ക്യാൻഡിലാണ് അതിൻ്റെ അടുത്ത ദിവസം ഉണ്ടായത്. അതുകൊണ്ട് ഇതൊരു ഡൗൺ ട്രെൻഡിനെ സൂചിപ്പിക്കുന്നു. മാർക്കറ്റ് ഒരു പക്ഷേ താഴോട്ടിറങ്ങി വരുമെന്ന് പറയുന്നു. എനിവേ മാർക്കറ്റ് അങ്ങനെ തന്നെ സംഭവിച്ചു. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ നോക്കാനുള്ള കാര്യം പറഞ്ഞാൽ, ഇവിടെ നോക്കിക്കേ, കൃത്യമായി മാർക്കറ്റ് ഒരു സപ്പോർട്ട് റേഞ്ചിലാണ് വന്ന് നിൽക്കുന്നത്. ഓക്കെ, കൃത്യമായി ഒരു സപ്പോർട്ട് റേഞ്ചിലാണ് മാർക്കറ്റ് വന്ന് നിൽക്കുന്നത്. ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത്
തെറ്റാകാം, ശരിയാകാം, ഒരു പക്ഷെങ്കിൽ നാളെ എന്നെ നിങ്ങൾ പൊങ്കാലയിടുമായിരിക്കാം. പക്ഷേങ്കിൽ അത് എനിക്ക് വിഷയമല്ല. ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും ഞാൻ മാർക്കറ്റിന് ശേഷമല്ല, മാർക്കറ്റിന് മുന്നേ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ വളരെ അസന്നിഗ്ധമായിട്ട് നിങ്ങളോട് തുറന്ന് പച്ചയ്ക്ക് പറയാറുണ്ട്, അല്ലേ? പലരും മാർക്കറ്റ് വീണതിന് ശേഷം മാർക്കറ്റ് ഇവിടം വരെ വന്നു, ഇവിടം വരെ പോയി എന്നൊക്കെ പറയുന്നെങ്കിലും ഞാൻ പലപ്പോഴും അഡ്വാൻസ് ആയിട്ട് നിങ്ങളോട് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്, ഇല്ലേ? മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ച് കയറിപ്പോകും, അല്ല ഇവിടുന്ന് ഇങ്ങനെ വരും, അല്ല ഇങ്ങനെ. ഇതിൻ്റെ അത് എന്താണ് കാര്യകാരണ സഹിതമാണ് ഞാൻ അങ്ങനെ പറയുന്നത്, അല്ല ചുമ്മാ അത് വെറുതെ പറയല്ല. നിങ്ങൾ ആദ്യം ഒരു കാര്യം ആലോചിക്കണം, നിങ്ങളുടെ മുന്നിൽ ഞാനൊരു വീഡിയോ ആയിട്ട് വരുമ്പം അതിൻ്റെ പുറകിൽ നല്ല രീതിയിൽ ഹോംവർക്ക് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു വീഡിയോ അവതരിപ്പിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ഇത് കാണാൻ ഇൻട്രസ്റ്റോടെ വന്നിരിക്കുന്നതും നിങ്ങൾ എന്നെ അപ്രീഷിയേറ്റ് ചെയ്തതിന് പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ഹോംവർക്കാണ്. അപ്പം നമുക്ക് ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അതിനെപ്പറ്റി നന്നായി പഠിക്കണം, അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കി വായിച്ച് ഒരു സംക്ഷിപ്ത രൂപം നമ്മുടെ മനസ്സിൽ കരുതിയിട്ട് വേണം നമ്മളൊരു കാര്യം അവതരിപ്പിക്കാൻ. അങ്ങനെ തന്നെയാണ് ഇത്രയും നാൾ ഞാൻ നിങ്ങളോട് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഔട്ട്പുട്ട് എനിക്ക് കാണാനുമുണ്ട്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്തെ യാത്ര എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 300-400 വ്യൂസ് മാത്രമേ ഉള്ളായിരുന്നു എനിക്ക്. ഓക്കെ, ഒരു വർഷത്തെ നിങ്ങൾ അങ്ങോട്ട് പുറകോട്ട് നിങ്ങൾ ചിന്തി നോക്കിയാൽ 300-400 വ്യൂസേ ഉള്ളായിരുന്നു. ഇപ്പം ദൈവം സഹായിച്ച് 2000 പേര് എങ്കിലും ഒരു ദിവസം എൻ്റെ വീഡിയോ കാണുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ കാണാൻ വരുന്നത്? കാരണം നമ്മൾ അത്രയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്ത് കാര്യങ്ങൾ പഠിച്ച് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതുകൊണ്ടാണ് നിങ്ങളത് കാണാൻ തയ്യാറാകുന്നത്, അല്ലേ? അത് കാണാൻ തയ്യാറെന്ന് മാത്രമല്ല, ആ പറയുന്ന കാര്യങ്ങൾ ഓൾമോസ്റ്റ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കൊണ്ടും ആണ് നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നത്, നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നത്. ശരിയല്ലേ പറഞ്ഞത്? അപ്പം ഒത്തിരി തള്ളി ഞാൻ മറിക്കുന്നില്ല. അപ്പം ഇവിടെ നോക്കിക്കേ, അപ്പം മാർക്കറ്റ് കൃത്യമായി ഒരു സപ്പോർട്ട് റേഞ്ചിലാണ് വന്നത്. ഞാൻ വിശ്വസിക്കും, ഒരു പക്ഷേ തെറ്റാകാം കേട്ടോ, എൻ്റെ നിഗമനം തെറ്റാകാം, നിങ്ങൾ എന്നെ പൊങ്കാലയിട്ട നോ പ്രോബ്ലം. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്നത് മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ച് കയറുന്നുള്ളതാണ്. എൻ്റെ പ്രതീക്ഷ മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ച് കയറുന്നുള്ളത്. ഒരു പക്ഷേ തെറ്റാകാം, പക്ഷേ ഇതെൻ്റെ പേഴ്സണൽ വ്യൂ ആണ്. ഓക്കെ, എൻ്റെ പേഴ്സണൽ വ്യൂ ആണ് മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ച് കയറുന്നുള്ളത്. നമുക്ക് കണ്ടറിയാം. അങ്ങനെ മാർക്കറ്റ് തിരിച്ച് കയറിയാൽ ഈ പറയുന്ന ഇവിടെ നമുക്ക് ഡേ ക്യാൻഡിൽ ക്ലോസിങ് കിട്ടണം. ഇതിൻ്റെ മുകളിൽ, ഈ ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ നമ്മുടെ ഡേ ക്യാൻഡിൽ ക്ലോസിങ് കിട്ടിയാൽ, അങ്ങനെ ഇവിടുന്ന് മാർക്കറ്റ് ഒരു റിവേഴ്സൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെങ്കിൽ നമുക്ക് പുതിയ ATH നമ്മൾ കാണേണ്ടി വരും. ഓക്കെ, ഞാൻ പറഞ്ഞു ഇതെനിക്ക് ഒരു പക്ഷേ തെറ്റാകാം, എൻ്റെ നിഗമനം തെറ്റായി പോകാം, ഞാനൊരു മനുഷ്യനാണ്, ദൈവമല്ല. എങ്കിലും ഞാൻ പറയുന്നു, മാർക്കറ്റ് ഇവിടുന്ന് നാളത്തെ ദിവസം ഇതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയും നാളത്തെ ദിവസം അതിൻ്റെ അടുത്ത ദിവസങ്ങളിലോ മാർക്കറ്റ് ഈ ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാർക്കറ്റ് ഇവിടുന്ന് പതിയെ നടന്ന് പുതിയ ഒരു ഓൾ ടൈം ഹൈ എത്താനുള്ള സാധ്യത നിലവിൽ ഉണ്ട്. കാരണം അത്രയ്ക്ക് പോസിറ്റീവ് സംഭവങ്ങളൊക്കെ നമ്മുടെ മാർക്കറ്റിലുണ്ട്. നമ്മുടെ മാർക്കറ്റ് സംബന്ധിച്ചുള്ള നെഗറ്റീവിസം കഴിഞ്ഞു. ഈ സംഭവം, ഈ IT യായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം എന്താണ്? ഇത് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു AI ടൂൾ വന്നതും കൊണ്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് പല IT മേഖലകളുടെയും ജോലി സാധ്യത മങ്ങും എന്നുള്ള ഒരു ഭീതി കൊണ്ടാണ് എന്ത് സംഭവിച്ചത്, ഇങ്ങനൊരു ഫോൾ വന്നത്. കാരണം നിഫ്റ്റി ഇൻഡെക്സിലെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ സെക്ടറാണ്, വെയിറ്റുള്ള സെക്ടറാണ് IT സെക്ടർ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വീഴ്ചയാണ് ബാക്കിയുള്ള സെക്ടറിനെ ഒരു നെഗറ്റീവ്സിലോട്ട് കൊണ്ടുവരാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, മാർക്കറ്റ് ഇവിടുന്ന് ഇതിന് മുകളിൽ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയും, ഓക്കെ, മാർക്കറ്റ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നടന്ന് കയറാനുള്ള സാധ്യത, ഇടയ്ക്കൊക്കെ ഡൗൺഫോൾ വരും, എങ്കിലും ഇവിടുന്ന് ഒരു പുതിയ ഓൾ ടൈം ഹൈയിലോട്ട് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്രയും ഭാഗം പറഞ്ഞുകൊണ്ട് ഞാനവിടെ നിർത്തുകയാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ചാർട്ടിനകത്തിൽ നിങ്ങൾ വരച്ചിടുക. ഇതുപോലെ തന്നെ അവിടെ നിൽക്കട്ടെ. നാളുകളായിട്ട് നമ്മൾ വരച്ചിട്ടിരിക്കുന്ന ഒരു സാധനമാണ്. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ ആവശ്യമില്ല, ഇത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ കളഞ്ഞേക്കാം. ഇനി നമുക്ക് ഇതിപ്പോൾ നിഫ്റ്റിയുടെ കാര്യം ഇപ്പോൾ നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല. നമുക്ക് വരേണ്ടത് എങ്ങോട്ടാണ്? നമുക്ക് നമ്മളുടെ ഈ IT ഭീമന്മാരായിട്ടുള്ള, നിങ്ങൾ ലാഗ് അടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ട് പൊയ്ക്കോ, ഒരു കുഴപ്പമില്ല, പഠിക്കേണ്ടവർ മാത്രം കേട്ടാൽ മതി. ഓക്കെ, നമുക്ക് ആദ്യം ഇൻഫോസിസിനെ എടുക്കാം. ഇൻഫോസിസിനെ എടുത്തു കഴിഞ്ഞാൽ ഡേ ക്യാൻഡിലോട്ട് മാറ്റാം. ഞാൻ ഓൾറെഡി പ്രാവശ്യം പറഞ്ഞതാണ്. ഓക്കെ, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് ഇതിനൊരു വീക്കിലിയിലോട്ട് മാറ്റാം. ഈ വീക്കിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഞാൻ ഇതിനകത്ത് കൂടെ ഒരു ശൂലം കുത്തി ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ, കഴിഞ്ഞ 2000 നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഈ ശൂലം നോക്കിയാൽ മതി. 2012-13 വർഷം മുതൽ
മാർക്കറ്റ് ഈ ഒറ്റ ട്രെൻഡ് ലൈൻ നോക്കിയാൽ മതി. ഈ ഒരൊറ്റ ട്രെൻഡ് ലൈനുമായിട്ട് ബേസ് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നത്. പല പ്രാവശ്യം വീഴ്ചകളും താഴ്ചകളും ഉണ്ടായി. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. മാർക്കറ്റ് ഇത് 2014 ഇതിൻ്റെ വില വെറും 800 രൂപയായിരുന്നു. 800-600 രൂപ റേഞ്ചിലായിരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ മാർക്കറ്റ് മുകളിലോട്ട് ഇങ്ങനെ കയറിപ്പോയി. ഒരു ഡൗൺ ട്രെൻഡ് വന്നു. പിന്നെ ഇവിടെ പല പ്രാവശ്യം റെസിസ്റ്റൻസ് ഫേസ് ചെയ്തു. പിന്നെ ഒരു ബ്രേക്ക് ഔട്ട് നൽകി മാർക്കറ്റ് വീണ്ടും നല്ലൊരു അപ്സൈഡ് റാലി നൽകി 2000 വരെ പോയതിന് ശേഷം അവിടുന്ന് പിന്നെ മാർക്കറ്റ് ഇങ്ങനെ എന്ത് ചെയ്തു, ഇങ്ങനെ കൺസോളിഡേഷനോ ഫോളും കൺസോളിഡേഷനും മേലോട്ട് കയറ്റവും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഈ ഒരു ലൈനിൽ തന്നെ കടന്ന് മാർക്കറ്റ് ഇങ്ങനെ കടന്ന് കളിക്കുകയായിരുന്നു അല്ലേ. ഇപ്പോൾ ഇപ്പോൾ എന്ത് സംഭവിച്ചത്, ഇത് ഡിസസീവായിട്ട് ഈ സംഭവം വീക്കിലി ബേസിസിൽ ബ്രേക്ക് ചെയ്തു അല്ലേ. അപ്പോൾ ഇത്ര ഭാഗം നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഏരിയയിലോട്ട് മാത്രം വരാം. ഈ ഏരിയയിലോട്ട് മാത്രം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവനെ ഒന്ന് തുറന്ന് നോക്കാം, ഇച്ചിരി വലുതാക്കി നോക്കാം. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്താണ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, മാർക്കറ്റ് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വീക്കിലി ബേസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ശക്തമായി പല പ്രാവശ്യം ഇവിടെ വന്ന് മാർക്കറ്റ് നോക്കുക. ഇത് ഒരു മേജർ സപ്പോർട്ടായിരുന്നു. പക്ഷേ ട്രെൻഡ് ലൈനാണ്. ആ ട്രെൻഡ് ലൈൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആ ട്രെൻഡ് ലൈൻ കുറച്ചുകൂടെ മേളിൽ പോയതുകൊണ്ട് നമുക്ക് ഈ ഒരു ബോട്ടം ലൈനായിട്ട് നമ്മൾ വരച്ചിട്ടുണ്ട് 1191 പറഞ്ഞത്. ഇതൊരു എക്സ്ട്രീം ബോട്ടമാണ്. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. മാർക്കറ്റ് ഇവിടെയും ഇതുപോലെ തന്നെ ഒരു ദിവസം ഒരു ഡ്രാസ്റ്റിക് ഫോൾ വന്ന് 1313 എന്ന് പറയുന്ന ഒരു നമ്പറിലേക്ക് മാർക്കറ്റ് ഇറങ്ങി വന്നായിരുന്നു അല്ലേ. പക്ഷേ അവിടെ ഇറങ്ങി വന്നെങ്കിലും ഇതുപോലെ തന്നെയാണ്. ഈ ട്രെൻഡ് ലൈന് മുകളിൽ നിന്ന് മാർക്കറ്റ് ഡ്രാസ്റ്റിക്കായിട്ട് ഫോൾ ചെയ്തതിന് ശേഷം മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സ് ചെയ്തു വീക്കിലിയിൽ. ഓക്കെ, ഇവിടെയും അതുപോലെ തന്നെ മാർക്കറ്റ് ഇവിടുന്ന് ഡ്രാസ്റ്റിക്കായിട്ട് വീണെങ്കിലും ഈ പോയിന്റിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്തു. ഓക്കെ, ഈ റിവേഴ്സൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും ഇവിടെ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ട്രെൻഡ് ലൈനിലേക്ക് മാർക്കറ്റ് തിരിച്ച് കയറാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഇവിടെയൊക്കെ സൂചിപ്പിക്കുന്നത്. പ്രീവിയസ് ചാർട്ടുകൾ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം വീണ്ടും തിരിച്ച് മാർക്കറ്റ് ഈ പോയിന്റിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് മാത്രമല്ല, ഈ ഏരിയ എന്ന് പറയുന്നത് ഒരു വാല്യൂ ബൈ ഏരിയ ആണ്. ആരുടെ? ഇൻഫോസിസിൻ്റെ. ഓക്കെ, ഇൻഫോസിസിൻ്റെ ഒരു വാല്യൂ ബൈ ഏരിയ ആണ്. ഇത് നമ്മളുടെ ഏറ്റവും IT ഇൻഡെക്സിലെ ഏറ്റവും വെയിറ്റേജ് ഉള്ള സ്റ്റോക്കാണ് ഇൻഫോസിസ്. മനസ്സിലായല്ലോ. അപ്പം ഇത് പലരും വാല്യൂ ബൈ ആയിട്ട് ഇവിടെ നിങ്ങൾ കണക്കാക്കി ഇവിടെ ഒരു ബൈ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മളിതിനെ ഡേ ക്യാൻഡിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നല്ല ശക്തമായിട്ടൊരു റിവേഴ്സൽ സെറ്റപ്പാണ് നമ്മളിവിടെ കാണുന്നത്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാം. കണ്ടോ, വലുതാക്കി കാണിക്കാം. നോക്കിക്കേ, ഇവിടെ എന്താണോ സംഭവിച്ചത്, ഈ ഏരിയയിൽ എന്താണോ സംഭവിച്ചത് അതേ ആക്ഷൻ തന്നെയാണ് ഇവിടെ. കാരണം ഇവിടെ പിന്നെ ഇത്രയും ഗ്യാപ്പേ ഉള്ളൂ. ഈ ട്രെൻഡ് ലൈൻ ഈ സപ്പോർട്ട് തമ്മിൽ ഇത്രയും ഗ്യാപ്പേ ഉള്ളൂ. ഇവിടെ ആണെങ്കിൽ ട്രെൻഡ് ലൈൻ ഇങ്ങനെ ചരിഞ്ഞ് കയറി പോകുന്നതുകൊണ്ട് ഇവിടെ ഇത്രയും ഗ്യാപ്പ് കൂടുതലാണ്. അപ്പം ഇവിടെ മാർക്കറ്റ് ഇതുപോലെ തന്നെ ഇതേ സെയിം സിനാരിയോ തന്നെ പൊട്ടി താഴെ വീണിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടുന്ന് തിരിച്ച് കയറി നല്ല രീതിയിൽ ക്ലോസ് ചെയ്തു. അതായത് എത്ര ശതമാനം വീണോ അത്ര ശതമാനം തന്നെ തിരിച്ച് കയറി. ഏകദേശം 7% മാർക്കറ്റ് ഫോൾ ചെയ്തു അല്ലേ. ആ 7% തിരിച്ച് കയറിയാണ് പോസിറ്റീവ് നോട്ടിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങൾ തന്നെ ഒരു പക്ഷെങ്കിൽ ഇൻഫി ഈ 1500 റേഞ്ചിലോട്ട് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ, കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ റേഞ്ചിൽ ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഈ റേഞ്ചിൽ വേണമെന്നുണ്ടെങ്കിൽ പൈസ ഇല്ലാത്തവരാണെങ്കിൽ ഇൻഫിയും TCS ഒക്കെ വാങ്ങിക്കാൻ കാശില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ITBs ഈ റേഞ്ചിൽ നിങ്ങൾക്ക് ഒന്ന് വാങ്ങിച്ച് കൂട്ടാവുന്നതാണ് നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച്. ഇപ്പോൾ ഇതിൻ്റെ വിലയാണ് 36 രൂപയാണ്. ഓക്കെ, കഴിഞ്ഞ ദിവസം 42 രൂപ വരെ പോയി. ഞാൻ 36 രൂപയ്ക്കൊക്കെ ഒരു 6 മാസം മുന്നേ സജസ്റ്റ് ചെയ്തതാണ്. അന്ന് 42 രൂപ വരെ പോയി ഞാൻ പലരോട് ബുക്ക് ചെയ്യാൻ പറഞ്ഞു. വീണ്ടും തിരിച്ച് 36 എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ നേരത്തെ ഈ ഞാൻ പറഞ്ഞത് കേട്ട് ITBs മേടിച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് വീണ്ടും രണ്ടാമത് റീഎൻട്രി എടുത്ത് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ താഴെ നിന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, എന്നെ കേൾക്കുന്നവർ. ഓക്കെ, അപ്പോൾ 36 42 പോയി, 42 വീണ്ടും തിരിച്ച് 36 വന്നു. ഇവിടെ നിങ്ങൾക്ക് വീണ്ടും വാങ്ങിക്കാനുള്ളൊരു അവസരമാണ്. അപ്പം അത് നിങ്ങളുടെ പിന്നെ മനോധർമ്മം അനുസരിച്ച് നിങ്ങൾക്ക് അത് തീരുമാനിക്കാം മേടിക്കണം വേണ്ടതുള്ള കാര്യം. അപ്പം ഇത്രയുമാണ് ഇൻഫോസിസിനെ പറ്റി പറയാനുള്ളത്. ജയൻറ്റ് ഫീമനായിട്ടുള്ള നമ്മുടെ ഏറ്റവും വലിയ ഹെവി വെയിറ്റ് സ്റ്റോക്ക് IT സെക്ടറിലെ ഇൻഫിയുടെ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. നമുക്കിനി അടുത്ത് നമുക്ക് നോക്കാവുന്നത് TCS ആണ്. ഓക്കെ, TCSനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ TCSും കഴിഞ്ഞ ദിവസം നോക്കിക്കേ നമ്മൾ ഓൾറെഡി വരച്ചിട്ടേക്ക് സാധനം ഇത് അല്ലേ.
കൃത്യമായിട്ട് ആ വരച്ച അതേ പോയിന്റ് 2600 എന്ന് പറയുന്ന ഒരു സൈക്കോളജി പ്ലസ് ഒരു പ്രീവിയസ് സപ്പോർട്ടിൽ പോയി തട്ടി മാർക്കറ്റ് തിരിച്ച് റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ പണ്ട് വരച്ചിട്ടതാണ്. ഈ ഒരു റിവേഴ്സൽ ഒരു ബോക്സ് ഇല്ലേ, ഒരു റേഞ്ചാണിത്. ഈ റേഞ്ചിൽ മാർക്കറ്റ് പല പ്രാവശ്യം വന്നതിന് ശേഷം തിരിച്ച് കയറി പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഡ്രാസ്റ്റിക്കായിട്ട് പൊട്ടി വീണ്ടും തിരിച്ച് മാർക്കറ്റ് ഈ റേഞ്ചിലോട്ട് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ കയറിയാൽ ഇവൻ നേരെ തിരിച്ച് കയറി പോകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെയും ഈ പറയുന്ന പോലെ തന്നെ വാല്യൂ ബൈ ഇവിടെ TCSനും വാല്യൂ ബൈ ആക്റ്റീവ് ആയിട്ടുണ്ട്. 2600 എന്ന് പറയുന്നത് ഏകദേശം 4000 രൂപയ്ക്ക് അടുത്ത് പോയ സ്റ്റോക്കാണ്. 4000 രൂപയ്ക്ക് അടുത്ത് അല്ലേ, നോക്കട്ടെ ഒരു മിനിറ്റ്. 4000 രൂപയ്ക്ക് അടുത്ത് മൂളിപ്പോയേക്കുന്ന സ്റ്റോക്ക് നോക്കാമല്ലോ നമുക്ക് കൂടെ. കണ്ടോ, നോക്കിക്കേ എത്ര, 4500 രൂപ വരെ പോയ, 4500 അല്ല 4600 വരെ പോയ സ്റ്റോക്കാണിത്. ഏകദേശം 50%, 2600 5200, ഓക്കെ, ഏകദേശം 5000 എത്ര പോയി, 4700, 5000 അടുത്ത് പോയി. ഏകദേശം 50% നമുക്കൊരു ഡിസ്കൗണ്ട് പ്രൈസിലാണ് ഇപ്പോൾ TCS കിട്ടുന്നത്. TCS അങ്ങനെ ഇപ്പോൾ കമ്പനിയല്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അറിയാൻ വയ്യാത്തൊരു TCSനെ പറ്റി പോയി യൂട്യൂബിൽ പോയി തപ്പിയാൽ മതി. അപ്പോൾ ഇവിടുന്ന് തിരിച്ച് ഒരു റിവേഴ്സൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടുന്ന് ഒരു വാല്യൂ ബൈ ആക്റ്റീവ് ആയിട്ടാണെന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ IT സെക്ടർ റിക്കവർ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബോധക്കേടൊക്കെ മാറി പെതുക്കെ ഉയർത്തെഴുന്നേൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഞാൻ മിഡ് ക്യാപ്പ് സെക്ടറിനകത്തിൽ കൺസിഡർ ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് കോഫോർജ്. ഓക്കെ, കോഫോർജ്, നമുക്ക് ആ കോഫോർജിലോട്ടൊന്ന് വരാം. കോഫോർജ് വന്നു കഴിഞ്ഞാലും കോഫോർജിൽ ഈ പറയുന്ന പോലെ തന്നെ ഒരു മെയിൻ സപ്പോർട്ട് പൊട്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കോഫോർജിനകത്തിൽ നമുക്ക് പിന്നെ ഒരു സപ്പോർട്ടായിട്ട് കാണാനുള്ളത് ഈ റേഞ്ചാണ്. ഇതാണ് ഒരു മെയിൻ റേഞ്ചായിട്ടുള്ളത്. ജസ്റ്റ് ഒരു വര ഇട്ടേക്കാം ഞാൻ അവിടെ. ഇപ്പം നിൽക്കുന്നത് ഒരു കൃത്യമായിട്ടുള്ള സപ്പോർട്ട് റേഞ്ചിലാണ് ഇപ്പോൾ കോഫോർജ് നിൽക്കുന്നത്. ഈ ഒരു പോയിൻ്റ് ഒരു നല്ല സപ്പോർട്ടാണ്. അതിന് ശേഷമുള്ളൊരു സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പറയാനുള്ളത് ഈ റേഞ്ചാണ്. ഈ രണ്ട് റേഞ്ചാണ് നമുക്ക് കോഫോർജിനായിട്ടുള്ള ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ ഇപ്പോൾ നോക്കിക്കേ, കറക്റ്റ് ആ പോയിന്റിലാണ് കോഫോർജ് നിൽക്കുന്നത്. ഇവിടുന്ന് തിരിച്ചൊരു റിവേഴ്സൽ ഉണ്ടായി കഴിഞ്ഞാൽ ഇതും ഈ പറയുന്ന പോലെ തന്നെ നല്ല ഒരു മിഡ് ക്യാപ്പിനകത്തിലെ നല്ല ഒരു IT സ്റ്റോക്കാണ് കോഫോർജ്. ഇവിടുന്ന് ഒരു വാല്യൂ ബൈ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഈവൻ മറ്റവരെല്ലാം ആപ്പ് സൈഡ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവനും അതുപോലെ തന്നെ തിരിച്ച് കയറും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഇവിടെയൊക്കെ എന്താണ് സംഭവിക്കുന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഇതാണ് IT സെക്ടറിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഇനി അടുത്ത് ചിന്തിക്കാനുള്ള ഹെവി വെയിറ്റേജ് സ്റ്റോക്കാണ് റിലയൻസ് കഴിഞ്ഞ ദിവസം പിന്നെ നല്ല രീതിയിൽ വീണു. നോക്ക്, റിലയൻസും നല്ല രീതിയിൽ വീണു. കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുന്നേ നല്ല രീതിയിൽ നിന്ന് ഫോൾ വന്നതാണ്. അതിനുശേഷം ഇവിടുന്ന് റിക്കവറി, നമ്മുടെ ഈ ട്രേഡ് ഡീലൊക്കെ വന്നപ്പോൾ റിക്കവറി നടത്തി വീണ്ടും ഡ്രാസ്റ്റിക്കായിട്ട് ഒരു വീഴ്ച ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് തിരിച്ച് റിക്കവർ ചെയ്യുവാണ്. ഇപ്പോൾ വെനസ്വേലയിൽ നിന്ന് ഓയിൽ മേടിക്കാൻ US സമ്മതിച്ചിട്ടുണ്ട്, റിലയൻസിന് അനുവാദം കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ചൊരു റിവേഴ്സലിനുള്ള സാധ്യത നമുക്ക് ഉണ്ട്. കാരണം ഇത് ഒരു സപ്പോർട്ട് റേഞ്ചിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇനി അഥവാ ഒന്ന് താഴോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാലും 1397 എന്ന് പറയുന്നൊരു പോയിൻ്റ് ഇവിടെ റിലയൻസിനുണ്ട്. ഇവിടെ വന്ന് തിരിച്ച് കയറാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. ഓക്കെ, അപ്പം റിലയൻസിലും ഒരു തിരിച്ചൊരു റിവേഴ്സൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരെല്ലാം കൂടെ ചേർന്ന് നിഫ്റ്റിയെ തിരിച്ച് വീണ്ടും ഒരു ഓൾ ടൈം ഹൈയിലോട്ട് എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. HDFC ബാങ്കിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ HDFC ബാങ്കും ഈ പറയുന്ന പോലെ തന്നെ നല്ല രീതിയിൽ പൊട്ടി ഒരു പ്രീവിയസ് ലോയിലോട്ട് വന്ന് മുട്ടി നിൽക്കുകയാണ്. ഒരു പക്ഷെങ്കിൽ ഇവിടുന്ന് ഇവനും തിരിച്ചു കയറും. കാരണം ഒരു ഡ്രാസ്റ്റിക് ആയിട്ട് ഫോളോ പ്രീവിയസ്ലി വന്നു. ആ ഏരിയ തന്നെയാണ് ഇപ്പം ഇവനിവിടെ നിൽക്കുന്നത്. ഒരു ചെറിയ ലൈനിലൂടെ വരച്ചിട്ടേക്കാം. ഓക്കെ, അപ്പോൾ ഇതൊരു കളർ മാറ്റം. ഓക്കെ, ഇവിടുന്ന് HDFC ബാങ്ക് തിരിച്ച് കയറുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ കയറിയില്ലെങ്കിൽ 886 വരെ വരും. 886 വരെ വൺ സപ്പോർട്ടിൽ തിരിച്ച് കയറി പോകും. ഇല്ല, ഒരു ബൈ മോഡാണ്. തിങ്കളാഴ്ച ഒരു പോസിറ്റീവ് നോട്ടിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും, ഇവിടുന്ന് 903 എന്ന് പറയുന്ന ഈ സപ്പോർട്ടിൽ നിന്ന് HDFC ബാങ്കും തിരിച്ചു കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട
ഹെവി വെയിറ്റേജ് സ്റ്റോക്കുകളെ പറ്റി നമുക്ക് സംസാരിക്കാനുള്ളത്. വേറെ കൂടുതലൊന്നും നമുക്ക് സംസാരിക്കാനില്ല. അപ്പോൾ നമുക്ക് നിഫ്റ്റിയിലോട്ട് ഇനിയും തിരിച്ചു വരാം. നിഫ്റ്റിയിലോട്ട് ഇനി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ലെവലുകളെല്ലാം അതുപോലെ തന്നെ കിടപ്പുണ്ട്. ഈ വരയെ കാണുമ്പോൾ നിങ്ങൾക്ക് ഭ്രാന്ത് വരും. എങ്കിൽ ഇനിയിപ്പോൾ ഈ വരയുടെ ഒന്നും ആവശ്യമില്ല. ഈ വരയൊക്കെ ഇൻവാലിഡാണ്. ഓക്കെ, ഈ പറയുന്ന ഈ ലൈനും ഇൻവാലിഡാണ്. ഇതൊന്നും വേണ്ട. ഇനിയിപ്പോൾ ഇതൊന്നും ആവശ്യമില്ല. ഇതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു. നാളെ ഇപ്പം നിലവിൽ ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് നോട്ടിലാണ് മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത്. ഒരു 50-60 പോയിൻ്റ് ഗ്യാപ്പ് അപ്പ് ഉള്ള സാധ്യതയാണ് ഇപ്പം നിലവിൽ കാണുന്നത്. ഓക്കെ, അങ്ങനെ നാളെ 25,500 സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് നോട്ടിലാണ് മാർക്കറ്റ്. IT സെക്ടർ ഒക്കെ റിക്കവറി മോഡ് കാണിച്ചാൽ പെട്ടെന്ന് തന്നെ 25,687 മാർക്കറ്റ് എത്തും. വലിയ താമസമൊന്നുമില്ല. 500 നിന്ന് 687 എത്താൻ വലിയ സാധ്യത ഒന്നുമില്ല. ഇനി നല്ലൊരു ഗ്യാപ്പ് അപ്പ് കിട്ടുവാണെങ്കിൽ നല്ല രീതിയിൽ മാർക്കറ്റ് അപ്സൈഡിലോട്ട് പോകാൻ വന്ന ഫോഴ്സ് തന്നെ തിരിച്ച് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പം നിലവിൽ നമുക്ക് നിഫ്റ്റിയെ പറ്റി ഒന്നും പറയാൻ പറ്റത്തില്ല. എത്ര പോകുമെന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് തിങ്കളാഴ്ച രാവിലെ മാത്രമേ ഇതിനെപ്പറ്റി കറക്റ്റായിട്ട് ഒരു വ്യൂ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഒന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ വെറുതെ ചുമ്മാ തള്ളിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. പക്ഷേ ഞാൻ ഈ പറഞ്ഞ ഫാക്ടേഴ്സൊക്കെ നിങ്ങളുടെ മനസ്സിൽ വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് പിന്നെ തിങ്കളാഴ്ച മാത്രമേ നമുക്ക് ഒരു രാവിലെ പ്രീ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രമേ നമുക്കൊരു ഐഡിയ മാർക്കറ്റിനെ പറ്റി കിട്ടത്തുള്ളൂ. ഇപ്പോൾ 2 ദിവസം വീക്കെൻഡാണ്. ഒന്നും നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് 25,500 എന്ന് ഞാൻ വിശ്വസിക്കുന്നത് മാർക്കറ്റ് തിങ്കളാഴ്ച തിരിച്ച് കയറുമെന്ന് തന്നെയാണ്. വളരെ അസന്നിഗ്ധമായിട്ട് ഞാൻ പറയുന്നു. പൊങ്കാല വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരു പക്ഷേ മാർക്കറ്റ് 25,500 കടന്ന് സസ്റ്റെയിൻ ചെയ്ത് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് പെട്ടെന്ന് തന്നെ 25,687 പോസിറ്റീവ് നോട്ട് ഉണ്ടെങ്കിൽ, പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് മാർക്കറ്റിലുള്ളതെങ്കിൽ 25,687 ഒരു പക്ഷേ 25,817 കണ്ടാലും നമ്മൾ അതിശയപ്പെടേണ്ട കാര്യം ഇല്ല. ഓക്കെ, ഇത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. വേറെ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് ബാങ്ക് നിഫ്റ്റി ഒന്നും പറയാൻ കാര്യമില്ല. ബാങ്ക് നിഫ്റ്റി ലാസ്റ്റ് മൊമെൻറ്റിലാണ് പൊട്ടി താഴെ വീണത്. ബാങ്ക് നിഫ്റ്റിയെ പറ്റി എനിക്കൊന്നും പറയാനില്ല. കാരണം 60-360 മേലോട്ട് കയറണം. 60-360 പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നമുക്ക് 60,000 കാണാനുള്ള സാധ്യതയുണ്ട്. ബാങ്ക് നിഫ്റ്റി പറ്റി കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട കേസായിട്ടുള്ള നിഫ്റ്റി മിഡ് ക്യാപ്പിന് എടുക്കാം. നിഫ്റ്റി മിഡ് ക്യാപ്പിനെ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി വീണ പോലെ മിഡ് ക്യാപ്പ് വീണില്ല. മനസ്സിലായോ? നിഫ്റ്റി വീണ പോലെ മിഡ് ക്യാപ്പ് വീണില്ല. പോസിറ്റീവ് നോട്ടിലാണ്. 587 വരെ വന്നെങ്കിലും തിരിച്ച് മാർക്കറ്റ് ഇറങ്ങിയപ്പോൾ 625-ലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇനി സംഭവിക്കാൻ പോകുന്നത് തിരിച്ച് റിക്കവറി മോഡ് ഓൺ ആയാൽ നിഫ്റ്റി പറക്കുന്നതിനേക്കാൾ കൂടുതൽ സ്പീഡിൽ ആര് പറക്കും? മിഡ് ക്യാപ്പ് പറക്കും. അതിന് യാതൊരു സംശയവും ഇല്ല. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുക. ലെവലുകളൊന്നും ഞാൻ പറയുന്നില്ല. ലെവലുകളൊക്കെ നമ്മുടെ പഴയ ലെവലുകൾ തന്നെ ഉണ്ട്. എന്തായാലും നിങ്ങൾ നിഫ്റ്റി പോസിറ്റീവ് നോട്ടിലാണ് പോകുന്നതെങ്കിൽ മിഡ് ക്യാപ്പ് അതിനേക്കാൾ ഇരട്ടി സ്പീഡിൽ മുകളിലോട്ട് പോകുക എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. അപ്പം ഈ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് തിങ്കളാഴ്ച രാവിലത്തെ വോയിസ് നോട്ടിൽ മാത്രമേ നമുക്ക് ഒരു ക്ലാരിറ്റി കിട്ടാൻ സാധ്യതയുള്ളൂ. വെറുതെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വീക്കെൻഡിൽ കഴിവതും റീൽസൊക്കെ കണ്ട് സമയം കളയാതെ പഠിക്കാനുള്ളത് നമ്മുടെ പ്രൈസ് ആക്ഷൻ സീരീസ് കഴിവതും നിങ്ങളത് കാണാൻ ശ്രമിക്കുക. ഞാൻ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ലാസ്റ്റിൽ ഞാൻ ഇതിൻ്റെ എൻഡ് സ്ക്രീനിലുണ്ട് പ്രൈസ് ആക്ഷൻ സീരീസ്. കാണാത്തവർ നിങ്ങളത് കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പഠിക്കാതെ വിജയിക്കാൻ പറ്റത്തില്ല, പഠിക്കാതെ രക്ഷപ്പെടാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം ഞാൻ വീക്കിലെ പോലെ ഇട്ട് കഴിഞ്ഞപ്പം ഈ പ്രാവശ്യം വെറും 50% മാത്രമേ നമുക്ക് പ്രോഫിറ്റബിലിറ്റി ഉള്ളൂ. സാധാരണ രീതിയിൽ 65 മുതൽ 70% വരെ വീക്കിലി പ്രോഫിറ്റ് പോകുന്ന ഈ വീക്കിൽ നമുക്ക് വെറും 50% മാത്രമേ ഉള്ളൂ. എന്താ കാര്യം? അന്ധമായി ഹോൾഡ് ചെയ്യുകയോ അല്ലെങ്കിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുകയോ ചെയ്തുകൊണ്ട് അതിൻ്റെ തിക്തഫലമായിട്ട് വന്ന ലോസ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ലോസ് വരേണ്ട സാധ്യത വളരെ കുറവാണ്. എനിവേ, എന്തായാലും അത് നിങ്ങൾ സ്വയം വിലയിരുത്തുക. എന്തുകൊണ്ടാണ് ലോസ് വന്നതെന്ന് നിങ്ങൾക്കറിയാം. പിന്നെ ആ തെറ്റ് ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ പണി നിർത്തി പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇല്ല ഞാൻ ഇനിയും സാവധാനതയോടെ ട്രേഡ് ചെയ്യും, നോക്കിക്കണ്ട് ചെയ്യുമെന്ന് അങ്ങനെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നവർ മാത്രം ചെയ്യുക. ഇല്ലെങ്കിൽ വെറുതെ കാശ് കളയാതെ നിങ്ങൾ ഈ പരിപാടി നിർത്തി പോകുന്നതായിരിക്കും നല്ലത്. എനിവേ, എന്തായാലും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ തിങ്കളാഴ്ച ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.